ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യക്ഷ പിന്തുണ നൽകുകയും UDF നേതാക്കളെക്കുറിച്ച്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരെക്കുറിച്ച് ഒട്ടും തന്നെ അഭിനന്ദനപരമല്ലാത്ത പല പരാമർശങ്ങൾ നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. അതിവിടെ വലിയ വിവാദമുണ്ടാക്കിയതാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു ലീഗ് വിരോധിയും UDF വിരോധിയും കോൺഗ്രസ് വിരോധിയും മുസ്ലിം വിരോധിയും ഒക്കെ ആയിട്ട് മുദ്രയടിക്കപ്പെട്ടു. അത് പറയുമ്പോൾ നമുക്കറിയാം, കോൺഗ്രസ്സുകാർക്കോ ഈവൻ ലീഗുകാർക്ക് പോലും അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഒരു എതിർപ്പോ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനമോ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. ലീഗ് നേതാക്കളെല്ലാവരും ഇത് ഞങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, മറ്റാരെയോക്കുറിച്ച് പറയുന്നു എന്ന രീതിയിലുള്ള നിസ്സംഗതയാണ് പുലർത്തിയത്. അതേസമയത്ത് ലീഗുകാരെക്കാളും വലിയ ലീഗുകാരായിട്ട് ഭാവിക്കുന്ന വേറെ ചില പാർട്ടീസുണ്ട്. പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ മീഡിയ വൺ ചാനലും അവർ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് വലിയ വിമർശനമൊക്കെ അഴിച്ചുവിട്ടു. വെള്ളാപ്പള്ളി നടേശനെ നിയന്ത്രിക്കണം, പുള്ളിയെ നിലക്ക് നിർത്തണം എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായി. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും, മുഖ്യമന്ത്രി ഞാൻ ഉദ്ദേശിച്ച സതീശനല്ല കേട്ടോ, പിണറായി വിജയൻ, അവരൊക്കെ ഈ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളിൽ വളരെയധികം ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി ഇത് പറയുന്നുണ്ട് ഈഴവ സമുദായ അംഗങ്ങളൊക്കെ ക്യൂ നിന്ന് നമുക്ക് വോട്ട് ചെയ്യും, നമ്മൾ ജയിക്കും, അധികാരത്തിൽ തിരിച്ചു വരും എന്നൊക്കെ അവർ വ്യാമോഹിച്ചു. അതൊന്നും ഉണ്ടായില്ല. അതേസമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില അവിവേകികളായിട്ടുള്ള ലീഗുകാർ ഏതവനാടാ സുകുമാരൻ, ആരാടാ ഈ വെള്ളാപ്പള്ളി എന്നൊക്കെ ചോദിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചവരെയൊക്കെ ലീഗ് ഔദ്യോഗിക സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി. അത് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം വൈകാതെ മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ കണിച്ചുകുളങ്ങരയുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി. വെള്ളാപ്പള്ളി നടേശൻ രണ്ട് കൈയും തലയിൽ വെച്ച് ബിന്ദുവിനെ അനുഗ്രഹിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു. പിന്നീട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബിന്ദു കൃത്യമായൊരു ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയും പത്രക്കാരെ പരിഹസിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ക്ഷീരദിന ആശംസകൾ എന്ന് പറഞ്ഞ് നടന്നു പോവുകയും ചെയ്യുന്നു. അത് നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അതിനെക്കുറിച്ചും മീഡിയ വൺ ചാനൽ ഭയങ്കരമായ ചർച്ച നടത്തി. ഇതിന് മുമ്പ് G. സുധാകരൻ കണിച്ചുകുളങ്ങരയിൽ ചെന്ന് നടേശൻ മുതലാളിയെ പൊന്നാട അണിയിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു. പിന്നീട് തുഷാർ വെള്ളാപ്പള്ളി ആലുവ ദേശത്തുള്ള മുഖ്യമന്ത്രിയുടെ ഭാര്യാഗൃഹത്തിലെത്തി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു, പൂച്ചെണ്ട് കൊടുത്തു. അന്നേ ദിവസം തന്നെ വൈകുന്നേരം ആഭ്യന്തരമന്ത്രി സാക്ഷാൽ രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാര്യ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെയും അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കഴിയുമ്പോൾ ആളുകൾ വിചാരിക്കുന്ന UDF സർക്കാർ വെള്ളാപ്പള്ളിക്കെതിരെ പ്രതികാര നടപടി എടുക്കും, അദ്ദേഹത്തെ ഉടനെ പൂട്ടും, അതിൻ്റെ താക്കോല് അറബിക്കടലിൽ വലിച്ചെറിഞ്ഞ് കളയും, ഇതുവഴി വെള്ളാപ്പള്ളി നടേശനാകെ കുടുങ്ങും എന്നൊക്കെയാണ്. അത് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാവുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ കണിച്ചുകുളങ്ങര SNDP നേതാവായിരുന്ന മഹേശൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അവർ പുനരന്വേഷണം നടത്തുന്നുണ്ട്, മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊക്കെ എന്ത് ഫലം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ജലവിഭവ മന്ത്രി കേരള കോൺഗ്രസ്സുകാരനായ മോൻസ് ജോസഫ് കണിച്ചുകുളങ്ങരയിലെത്തി നടേശൻ മുതലാളിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആശീർവാദം വാങ്ങി. മുതലാളിയായി ഇദ്ദേഹം ഒരു പൊന്നാടയും അണിയിച്ചു, പടം പാത്രത്തിൽ വന്നു. അപ്പോൾ UDFകാർക്ക്, പ്രത്യേകിച്ച് ചുരുങ്ങിയ പക്ഷം കേരള കോൺഗ്രസ്സുകാർക്കെങ്കിലും ഈ വെള്ളാപ്പള്ളി നടേശനോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിരോധമില്ല എന്ന് മനസ്സിലായില്ലേ. കേരള കോൺഗ്രസ്സുകാർക്ക് ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാർക്കുണ്ടാവും. ഈ ജനീഷ് കുമാറും മന്ത്രി OJ ജനീഷും അതുപോലെ തന്നെ ലിജുവുമൊക്കെ കണിച്ചുകുളങ്ങരയ്ക്ക് പോകാനായിട്ട് എങ്ങനെ പോകും? പോയി കഴിഞ്ഞാൽ ലീഗുകാരെന്ത് പറയും? ഇനി ലീഗുകാരൊന്നും പറഞ്ഞില്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരെന്ത് പറയും? മീഡിയ വൺ ചാനലിൽ ഇന്ന് ഇത് പറഞ്ഞ് അടുപ്പൂട്ടി ചർച്ച നടത്തില്ലേ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് പോകാത്തത്. ബിന്ദു കൃഷ്ണയോട് അവർക്കൊക്കെ അസൂയുണ്ട്. ബിന്ദുവിന് ധൈര്യമായിട്ട് പോകാൻ പറ്റി, നമുക്ക് അത് പോകാനുള്ള ധൈര്യമില്ല. പെണ്ണായ നിങ്ങൾ വിറയ്ക്കുന്നില്ല, ആണായ ഞങ്ങൾ വിറയ്ക്കുന്നല്ലോ എന്നുള്ളതാണ് അവരുടെ അവസ്ഥ. അങ്ങനെ വിഷമിച്ച് വിഷാദിച്ചിരിക്കുമ്പോഴാണ് മോൻസ് ജോസഫ് വളരെ നിർഭയനായി അവിടെ ചെല്ലുന്നു, പൊന്നാട അണിയിക്കുന്നു, പോരുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല, ലിജുവിനും പോകാം, ജനീഷിനും പോകാം, ബാക്കി മന്ത്രിമാർക്ക് പോകാൻ തടസ്സമൊന്നുമില്ല. ആര് എന്നാലും പുള്ളി ഇവിടെ കയറണ്ട എന്നൊന്നും പറയില്ല. സുകുമാരനാരെ പോലെ ഇന്ന്
തനിക്കിവിടെ സ്ഥാനമില്ല, പണിക്ക് പുറത്ത് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ വെള്ളാപ്പള്ളിക്കില്ല. അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് പോകാം, പോകണമെങ്കിൽ പോകാം, പോകുമില്ലോ എന്നുള്ള വേറെ കാര്യമാണ്. ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. ഏതായാലും വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിൽ നിന്ന് നാട് കടത്താനൊന്നും ആര് വിചാരിച്ചാലും പറ്റുകയില്ല. അദ്ദേഹത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനും പറ്റുകയില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളാപ്പള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ഷമിക്കുക, പൊറുക്കുക, മാപ്പാക്കുക. എന്നിട്ട് കാണിച്ചുകുളങ്ങരയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈമുത്തുകയോ അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അഭിവാദ്യം ചെയ്യുകയോ ചെയ്യുക. ഒരു കുഴപ്പം വരാൻ പോകില്ല. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ അതിന് മുൻകൈ എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ചന്ദ്രികയുടെ പത്രാധിപരോട് കൂടിയിട്ട് പെരുന്നയിൽ പോയി അവിടുത്തെ പോപ്പുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സമരിയാക്കിയത് ഓർമ്മയില്ലേ? അന്ന് അത് ചെയ്യാമെങ്കിൽ ഇന്ന് കണിച്ചുകുളങ്ങരയിൽ പോകാനും തെറ്റൊന്നുമില്ല. PK ബഷീറും KM ഷാജിയും അതുപോലെ കുഞ്ഞാലിക്കുട്ടി എല്ലാം കൂടി ചേർന്ന് അവിടെ പോയി അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കുക. അപ്പോൾ വെള്ളാപ്പള്ളിക്കും കാര്യങ്ങൾ മനസ്സിലാവും. അതൊരു പ്രശ്നം എന്നേക്കായിട്ട് പര്യവസാനിക്കും. അല്ലാതെ ഈ മൗദൂദി ചാനലുകാർ പറഞ്ഞിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ പോയാൽ അതിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും.